ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വിജയുടെ ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 ആയിട്ട് ചെയ്യുന്ന ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പം നേരത്തെ നമ്മൾ ലിയോ എന്ന മൂവിയിൽ തന്നെ അർജുൻ്റെ ഡ്രോയിങ്, അതുപോലെ സഞ്ജയ് ദത്തിൻ്റെയും പിന്നെ തൃഷയുടെ ഒക്കെ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വിജയുടെ ഡ്രോയിങ് എനിക്ക് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ കൂടുതൽ നമുക്ക് ഒരു വ്യൂ വരുന്നത് വിജയുടെ ഡ്രോയിങ് ചെയ്യുമ്പോഴാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിജയുടെ ഡ്രോയിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ചെയ്യാമെന്ന്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ വേറെയും ഫോട്ടോ ഒക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിജയുടെ തന്നെ ചിലപ്പം ഒരു ഡ്രോയിങ് കൂടെ ഒക്കെ ചെയ്യും. അപ്പം നമുക്ക് ഓരോ ലുക്കും നമുക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഗ്രിഡ് ഇട്ടേക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രിഡ് നിങ്ങൾക്ക് ഇടാൻ അറിയത്തില്ലെങ്കിൽ ആ വീഡിയോ കണ്ട് നോക്കിയിട്ട് ഇതുപോലെ ഗ്രിഡ് ഇട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ചെറുതായിട്ട് ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ തെളിച്ചിട്ട് വരയ്ക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യുന്ന കാര്യം വെച്ചാൽ നമുക്കിപ്പം ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരുപാട് സമയം പോകുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയം കൂടെ നമുക്ക് വെറുതെ വേസ്റ്റ് ആവുകയില്ല ചെയ്യുന്നത്. അപ്പം മാക്സിമം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, നമുക്കിപ്പം ഒരുപാട് ഡ്രോയിങ്സ് ചെയ്ത് തീർക്കാനുണ്ട്. ഇപ്പോൾ ഒരുപാട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണം. പിന്നെ എല്ലാ ദിവസവും നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നുമുണ്ട്. അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ സമയം കുറവാണ്. അതുകൊണ്ട് മാക്സിമം ഓരോ ഡ്രോയിങ് ചെയ്ത് തീർക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. അപ്പം നിങ്ങളിത് കണ്ടിട്ട് ഔട്ട്ലൈൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല. നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഓരോ ഔട്ട്ലൈൻ ചെയ്യുമ്പോഴും പറഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അത് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ കുറച്ച്, അതായത് നമ്മളിപ്പോൾ ആദ്യം മാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് നമുക്ക് സമയം പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, നമുക്ക് നല്ല സമയത്ത് തന്നെ നമ്മൾ ഈ ചെറുതായിട്ട് ആണെങ്കിലും ഈ ഔട്ട്ലൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ആ ഒരു സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയുക, നമ്മൾ ആദ്യം തൊട്ട് ചെയ്യുമ്പം ഇവിടെ ആ ഒരു സമയങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പം പിന്നെയും നമുക്ക് വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. ഇതിപ്പോൾ നമുക്ക് ഏകദേശം 8 മിനിറ്റ് മിച്ചം വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ അടുത്ത് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ആദ്യം തൊട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു സമയം വേണ്ടി വരും. അപ്പം ഏകദേശം എങ്ങനെയാണെങ്കിലും കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ സമയം എടുത്ത് തന്നെ ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ണൊക്കെ വരയ്ക്കാൻ വേണ്ടി ഞാൻ നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മൂക്കങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് നല്ല സമയം വേണ്ടി വരും. എന്നാലും ആ സമയം എടുത്ത് തന്നെ ചെയ്യുക. കാരണം നമുക്ക് നല്ല സമയം എടുത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് ഔട്ട്ലൈൻ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ കുറേയൊക്കെ മായ്ച്ചിട്ടൊക്കെയാണ് വരച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു സമയമൊക്കെ നിങ്ങൾക്കും വേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ നല്ല സമയം എടുത്ത് തന്നെ ചെയ്യുക. ഔട്ട്ലൈൻ നല്ല നമ്മൾ ഡ്രോയിങ് ഓരോ പാർട്ടും ചെയ്യുമ്പം നല്ല സമയം എടുത്ത് തന്നെ ചെയ്യുക. ഷെയ്ഡിങ് ആണെങ്കിലും ഹെയർ ഡ്രോയിങ് ആണെങ്കിലും നമുക്ക് നല്ല സമയം എടുത്ത് തന്നെ ചെയ്യുക. കാരണം സമയം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നല്ല പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണോ, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാരണം നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോക്കകത്ത് നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അതിനുള്ള മറുപടി പറഞ്ഞ് പോകുന്നതായിരിക്കും. പിന്നെ ഔട്ട്ലൈൻ വീഡിയോ കാണുന്ന അതേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ബാക്കിയുള്ള പാർട്ടൂടെ കാണുക. കാരണം എല്ലാ പാർട്ടും കണ്ടല്ല ഡ്രോയിങ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഓരോ പാർട്ടും കണ്ടിട്ട് തന്നെ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ വരയ്ക്കുക. അപ്പം മിക്കതും ഔട്ട്ലൈൻ കണ്ടിട്ട് പോകുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ പേരും കാണുന്ന ഔട്ട്ലൈൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ വീഡിയോ ഇടുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വ്യൂ വരുന്ന പാർട്ട് എന്ന് വെച്ചാൽ ഔട്ട്ലൈൻ പാർട്ടാണ്.
അപ്പോൾ നമ്മുടെ ഈ ഒരു ഔട്ട്ലൈൻ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ ഒരുപാട് വിജയുടെ ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വിജയുടെ ഡ്രോയിങ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ഈ ഒരു കാർഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കാർഡ് ഇവിടെ മുകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡ്രോയിങ് കാണാൻ സാധിക്കും. കളർ പെൻസിൽ ഡ്രോയിങ് ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനായിട്ട് ഞാൻ ലിയോ എന്ന മൂവിൽ തന്നെ വിജയുടെ മറ്റ് 2 ഡ്രോയിങ്ങുകളൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോന്നും കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും സംശയം നേരത്തെ പറഞ്ഞാൽ കമൻറ്റായിട്ട് മെസ്സേജ് ചോദിക്കുക. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.